വിവരങ്ങളുമായി സുനിഷ യെല്ലൂരാണ് തത്സമയം കോട്ടയത്ത് നിന്ന് ചേരുന്നത്. സുനിഷ, അനീതിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ മാസങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്, ഇവർക്ക് കൃത്യമായ വേതനം ലഭിച്ചില്ല എന്നുള്ളത് മാത്രമല്ല, ഈ തുക വലിയ രീതിയിൽ വെട്ടിക്കുറച്ചു എന്ന് പറയുന്നത് പോലും കൃത്യവിലോപമാണ്. സർക്കാരിൻ്റെ ഭാഗത്ത് കൃത്യമായ ഫണ്ടുണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ ഫണ്ട് അനുവദിക്കുന്നത്. ഏത് ഘട്ടത്തിലാണ് ഈ സംഭവത്തിലൊരു അലംഭാവം ഉണ്ടായതായി അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന വിശദീകരണം? ഇവരെന്താണ് പറയുന്നത് പരാതിക്കാർ? ബിനിൽ, ഇത് തന്നെയാണ്. ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ മാസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ പോലും പലർക്കും ഈ വാടക തുക കൃത്യമായി ലഭിച്ചിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതിനിടയിലാണ് ഇത്തരത്തിൽ കോൺട്രാക്ട് ഗാരേജ് വാഹനങ്ങൾക്ക് നേരത്തെ ഈ തെരഞ്ഞെടുപ്പിന് മുന്നേ നിശ്ചയിച്ചൊരു തുകയുണ്ടായിരുന്നു, വാടക തുക. പക്ഷേ ആ വാടക തുക വെട്ടിക്കുറയ്ക്കുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി ഉണ്ടായിരിക്കുന്നത് എന്നതാണ് പ്രധാനമായും. ഈ പറഞ്ഞതുപോലെ ഈ 100 കിലോമീറ്റർ പ്രതിദിനം 100 കിലോമീറ്റർ ഓടുന്ന വാഹനങ്ങൾക്ക് അത് 30 ആളിൽ കൂടുതൽ ഉൾക്കൊള്ളുന്ന വാഹനങ്ങളാണെങ്കിൽ 6600 രൂപ, 30-ൽ താഴെയാണെങ്കിൽ അത് 3300 രൂപ, 4400 രൂപ എന്ന രീതിയിലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ക്രമീകരണം. വാടക തുക അത്തരത്തിലായിരുന്നു. അങ്ങനെയാണ് ഈ ടാക്സി ഡ്രൈവർമാർ ഇത്തരത്തിൽ ടാക്സി ഓടിക്കാൻ സമ്മതിക്കുന്നതുമടക്കം. പക്ഷേ പിന്നീട് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടതിന് ശേഷമാണ് ഇവർ ഇങ്ങനെ ഒരു ഉത്തരവ് കാണുന്നത് തന്നെ. അതായത് 30-ന് താഴെ 30 പേര് ഉൾക്കൊള്ളുന്ന വാഹനങ്ങളിൽ അതിന് താഴെയുള്ളൊരു ക്രമീകരണം വരുത്തിയിരിക്കുകയാണ്. പ്രധാനമായും 8 മുതൽ 14 വരെ ഉൾക്കൊള്ളുന്ന വാഹനങ്ങൾ, ഒപ്പം തന്നെ 15 മുതൽ 19 വരെ ഉൾക്കൊള്ളുന്ന വാഹനങ്ങൾ എന്നിങ്ങനെ രണ്ടായി ക്രമീകരിച്ചുകൊണ്ട് നേരത്തെ 4400 കിട്ടേണ്ടിടത്ത് 4000 രൂപ, 15 മുതൽ 19 വരെ ഉൾക്കൊള്ളുന്ന വാഹനങ്ങൾക്ക് 4000 രൂപയും 8 മുതൽ 14 വരെ ഉൾക്കൊള്ളുന്ന വാഹനങ്ങൾക്ക് 3000 രൂപയായി ഏകദേശം 500-ഉം 1500 രൂപയിലടക്കം കുറവാണ് വന്നിരിക്കുന്നത് എന്നതാണ്. ഇത് വലിയൊരു പ്രശ്നമായി തന്നെ, വലിയൊരു ബുദ്ധിമുട്ടായി തന്നെ. കാരണം തുടക്കത്തിൽ ഒരു ഉത്തരവ് വരുന്നു, അത് 4400 എന്നതായിരുന്നു. പക്ഷേ പിന്നീട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പണം കൊടുക്കേണ്ട സമയമാകുമ്പോൾ ഉത്തരവ് വീണ്ടും ഈ വാടക തുക കുറച്ചുകൊണ്ട് വരുന്നു എന്നത് വലിയ രീതിയിൽ ഇവരെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് എന്നതാണ്. ഏതായാലും നിയമപരമായി തന്നെ മുന്നോട്ട് പോകുമെന്നതാണ് ടാക്സി ഡ്രൈവർമാർ അറിയിക്കുന്നത്. ഒപ്പം തന്നെ പലർക്കും ഈ കൃത്യമായി വാടക തുക ലഭിച്ചിട്ടില്ല എന്നതാണ്. നേരത്തെ ഇവർ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഈ ജൂൺ മാസത്തിലൊക്കെ ഈ സ്കൂൾ കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും പണം കിട്ടാത്തതിന്റെ ഭാഗമായി കടമെടുത്തും ഈ ലോൺ എടുത്തും അടക്കം ഈ വാഹനങ്ങൾ ഓടിച്ചവരുണ്ട്. പക്ഷേ നിലവിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പോലും ആ പണം ലഭിക്കാതെ വന്നതോടെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടിലേക്ക് ടാക്സി ഡ്രൈവർമാർ മാറുന്നു എന്നതാണ്. ഏതായാലും നിലവിൽ ഇതിന് കൃത്യമായ ഒരു മറുപടി അതോറിറ്റി നൽകണമെന്ന ആവശ്യം തന്നെയാണ് ഇവർ പറയുന്നത്. അല്ല എങ്കിൽ നേരത്തെ എങ്ങനെയാണോ തുക നൽകുമെന്ന് പറഞ്ഞത് അതേ തുക ലഭിച്ചില്ല എങ്കിൽ വീണ്ടും ഒരു പ്രതിഷേധത്തിലേക്ക് നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ടാക്സി ഡ്രൈവർമാരുടെ തീരുമാനം. ബിനിൽ, ശ്രുതി. സുനിഷ യെല്ലൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.